സൗദിയിലെ ആശുപത്രി തട്ടിപ്പിൽ ജീവിതം തകർന്ന പ്രവാസിക്ക് തിരിച്ചടിയായി ജപ്തിയും. മമ്പാട് സ്വദേശിയും സൗദി അറേബ്യയിലെ അൽനൂർ ഹോസ്പിറ്റൽ സ്ഥാപകനുമായ അബ്ദുസലാമിന്റെ വീടും സ്ഥലവുമാണ് പെരിന്തൽമണ്ണ അർബൻ സഹകരണ ബാങ്ക് ജപ്തി ചെയ്തത്. പെരിന്തൽമണ്ണ അർബൻ സഹകരണ ബാങ്കിൽ നിന്ന് ഏകദേശം 2.80 കോടി വായ്പ എടുക്കേണ്ടി വന്നു. പിന്നീട് പലിശയും പിഴപ്പലിശയും ചേർന്ന് ബാധ്യത കുത്തനെ വർദ്ധിക്കുകയായിരുന്നു. തുടർന്ന് ബാങ്ക് വായ്പ ഈടാക്കുന്നതിനായി നടപടി സ്വീകരിക്കുകയും ഏകദേശം 5 മുതൽ 6 കോടി വരെ വിപണി മൂല്യമുണ്ടായിരുന്ന ഒരു പ്രധാന വസ്തു ഏകദേശം 2.5 കോടിക്ക് ലേലം ചെയ്യുകയും ചെയ്തു. അതിനുശേഷവും കുടുംബം താമസിച്ചിരുന്ന വീടും സ്ഥലവും ഉൾപ്പെടുന്ന രണ്ടാമത്തെ വസ്തുവും ബാങ്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് ലേലം ചെയ്തു. ഇങ്ങനെ കുടുംബത്തിന്റെ മുഴുവൻ സ്വത്തുക്കളും നഷ്ടപ്പെട്ട അവസ്ഥയാണിന്ന്. ഇതിനിടെ കുടുംബം സ്വന്തം വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കപ്പെടുകയും വാടക വീട്ടിലേക്ക് മാറേണ്ടി വരികയും ചെയ്തു. ഈ ദുരന്തങ്ങൾ നേരിൽ കണ്ട മാനസിക സംഘർഷത്തിനിടയിലാണ് തന്റെ 90 വയസ്സുള്ള മാതാവ് മരണപ്പെട്ടത്. മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ശ്രദ്ധയിലും വിഷയം കൊണ്ടുവന്നിരുന്നതായും അനുഭാവപൂർണമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ഇടപെടലുകളുമുണ്ടായി. എന്നിരുന്നാലും അത്തരം അഭ്യർത്ഥനകൾക്ക് അനുകൂലമായ പ്രതികരണം ലഭിക്കാതെ ബാങ്ക് ലേല നടപടികളുമായി മുന്നോട്ടു പോവുകയാണുണ്ടായത്. പണം അപഹരിച്ച അതല്ലെങ്കിൽ ബിസിനസ്സിൽ പണം തട്ടിയെടുത്ത ആള് ഇദ്ദേഹത്തെ ഇങ്ങോട്ട് നാട്ടിലേക്ക് തട്ടുകയും അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ബാങ്കിൽ ലോൺ എടുത്ത് ആ ലോണ് തിരിച്ചടക്കാൻ പറ്റാതെ പ്രയാസപ്പെട്ടു. അദ്ദേഹത്തിന്റെ മക്കള് 4-5 പേര് നല്ല രൂപത്തിൽ പഠിച്ചിരുന്ന മക്കളൊക്കെ പഠനം മുടങ്ങി വീട്ടിലായി. ബാങ്കുകാരുടെ മനുഷ്യത്വരഹിതമായ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിനൊക്കെ വിരുദ്ധമായ ഒരു സമീപനം കാരണം പെരിന്തൽമണ്ണ അർബൻ ബാങ്കാണ് കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മിക്കവാറും ഇടതു വലത് വ്യത്യാസമില്ലാത്ത നേതാക്കളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, ഈ പ്രവാസി വ്യവസായിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി. പക്ഷെ ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു ബാങ്ക് അവര് 10-15-20 ലക്ഷം രൂപ വില വരുന്ന നിലമ്പൂരിൽ അദ്ദേഹത്തിന്റെ സ്ഥലം അവര് ജപ്തി നടപടിയിലൂടെ സ്വന്തമാക്കി. പക്ഷെ ഈ പ്രോപ്പർട്ടി വിറ്റ് പണമടക്കാമെന്ന് പറഞ്ഞ് ധാരണയാകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഭൂമി വിൽക്കാനാക്കൂല. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള കുറച്ച് ആളുകളെ വിൽക്കാനാക്കാതെ തടസ്സപ്പെടുത്തും. അദ്ദേഹം വീണ്ടും ബാങ്കിനെ സമീപിക്കും. അപ്പൊ പറയും അത് വിറ്റോളി എന്ന് പറയും. പക്ഷെ വിൽക്കാനാക്കൂല. അവസാനം ബാങ്ക് തന്നെ വിറ്റ് ആ പണം അവരെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം താമസിക്കുന്ന പ്രോപ്പർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഉമ്മ അടക്കമുള്ള ആളുകളെ വലിച്ചു പുറത്തിട്ട് വളരെ മൃഗീയമായി, ഇന്ന് കേരളത്തില് പല ബാങ്കും അത്തരം വിഷയങ്ങൾ ചെയ്യാറുണ്ടെങ്കിലും മനുഷ്യത്തല്ലാത്ത രൂപത്തിൽ വലിച്ചു പുറത്തിട്ട് ആ ഉമ്മന്ന് അതിനെ തുടർന്ന് മരണപ്പെടുകയും ചെയ്തു. ഒരു ബാങ്ക് ചെയ്ത അതിന്റെ പ്രൂഫിൽ ഞങ്ങളുടെ കയ്യിലുണ്ട്, വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് തരാം. വാർത്താ സമ്മേളനത്തിൽ കരുവാരക്കുണ്ട് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഷൌക്കത്ത് അലി, ആയിഷ പൊറ്റിയിൽ, മുൻ മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കരീം പുന്നപ്പാല, AK സിദ്ദീഖ് മമ്പാട് എന്നിവരും പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ് മലപ്പുറം. പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.